ഹലോ, വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ 6th മൊഡ്യൂളിൽ ഫ്യൂസസ് എന്നുള്ളൊരു പോർഷനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the primary function of a fuse is to. എന്താണ് ഒരു ഫ്യൂസിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്? Open the circuit, protect the appliance, protect the line, prevent excessive currents from flow through the current flow through the circuit. അപ്പോൾ എക്സസീവ് ആയിട്ടുള്ള കറണ്ട് ആ സർക്യൂട്ടിൽ പോകുന്നത് പ്രിവെന്റ് ചെയ്യാനാണോ, ലൈൻ പ്രൊട്ടക്ട് ചെയ്യാനാണോ, അപ്ലയൻസ് പ്രൊട്ടക്ട് ചെയ്യാനാണോ, സർക്യൂട്ട് ഓപ്പൺ ചെയ്യാനാണോ? ഓഫ് കോഴ്സ് ഫ്യൂസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അല്ലേ? പ്രിവെന്റ് എക്സസീവ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. സർക്യൂട്ടിൽ കൂടെ എക്സസീവ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആര് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പ്രിവെന്റ് എക്സസീവ് കറണ്ട് ഫ്ലോ ത്രൂ ദ സർക്യൂട്ട്. ഫ്രം ഇല്ല കേട്ടോ, അത് അറിയാണ്ട് വന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫ്യൂസ് റേറ്റിംഗ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത് എന്തിന്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? കറണ്ടിന്റെ ടേംസിലാണോ, വോൾട്ടേജിന്റെ ടേംസിലാണോ, VARന്റെ ടേംസിലാണോ, KVAന്റെ ടേംസിലാണോ? ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ കറണ്ട് നീഡ് ടു ബ്ലോ ദ ഫ്യൂസ് അല്ലെങ്കിൽ ബ്രേക്ക് ദ ഫ്യൂസ്. ഫ്യൂസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം കറണ്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കറണ്ട് ആണ്, എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കറണ്ട് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഫ്യൂസ് ഈസ് നെവർ ഇൻസേർട്ടഡ് ഇൻ. ഫ്യൂസ് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യാൻ പാടില്ലാത്തത്? ന്യൂട്രൽ വയറിലാണോ, നെഗറ്റീവ് ഓഫ് DC സർക്യൂട്ട് ആണോ, പോസിറ്റീവ് ഓഫ് DC സർക്യൂട്ട് ആണോ, ഫേസ് ലൈൻ ആണോ? ഫ്യൂസ് എന്ന് പറയുന്നത് അതിൽ കൂട്ടുള്ള കറണ്ട് എത്രത്തോളം ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഫ്യൂസ്. അത് ന്യൂട്രൽ വയറിൽ കൊണ്ടിട്ടതുകൊണ്ട് കാര്യമില്ല അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫ്യൂസ് ഈസ് നെവർ ഇൻസേർട്ടഡ് ഇൻ ന്യൂട്രൽ വയർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫ്യൂസ് ഹാവ് ഗോട്ട് അഡ്വാൻറ്റേജസ് ഓഫ്. ഫ്യൂസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ചീപ്പസ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ, inverse time current characteristics, no maintenance, current limiting effect under short circuit conditions, all of the above. ഫ്യൂസിന്റെ പ്രധാനപ്പെട്ട അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പസ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. അതുപോലെ ഇൻവേഴ്സ് ടൈം കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഇൻവേഴ്സ് ആയിരിക്കും, മെയിൻ്റനൻസ് വേണ്ട. പിന്നെ കറണ്ട് ലിമിറ്റിംഗ് എന്ന് പറയുന്നത് അണ്ടർ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻസിലാണ് കറണ്ട് ലിമിറ്റിംഗ് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ എന്തിൽ വരുന്നുണ്ട്? ഫ്യൂസിന്റെ അഡ്വാൻറ്റേജസിൽ വരുന്നുണ്ട്. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പ്രൊട്ടക്ഷൻ ബൈ ഫ്യൂസസ് ഈസ് ജനറലി നോട്ട് യൂസ്ഡ് ബിയോണ്ട്. ഈ പറയുന്ന ഫ്യൂസസിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എത്ര കറണ്ടിന് എബോവ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല? 20 ആംപിയർ, 50 ആംപിയർ, 100 ampere, 200 ampere. Option C, 100 ampere. Protection by fuses is generally not used beyond 100 ampere. Sixth question, on which of the following effects of an electric current a fuse operates? ഈ ഫ്യൂസ് ഓപ്പറേറ്റ് ചെയ്യുന്ന താഴെ തന്നിരിക്കുന്ന ഏത് എഫക്റ്റിലാണ്? അതായത് ഇലക്ട്രിക് കറണ്ടിൽ ഏത് എഫക്റ്റിലാണ് ഈ പറയുന്ന ഫ്യൂസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണോ, ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ് ആണോ, ഹീറ്റിംഗ് എഫക്റ്റ് ആണോ, മാഗ്നറ്റിക് എഫക്റ്റ് ആണോ? ഇതെന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് കൊണ്ടാണ് ഈ പറയുന്ന ഫ്യൂസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കറണ്ടിന്റെ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന എഫക്റ്റിനെ യൂസ് ചെയ്തിട്ടാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്യൂസ് ഇൻ എ മോട്ടോർ സർക്യൂട്ട് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ്. ഒരു മോട്ടോർ സർക്യൂട്ടിലുള്ള ഫ്യൂസ് എന്ന് പറയുന്നത് എന്തിന് അഗെയിൻസ്റ്റുള്ള പ്രൊട്ടക്ഷൻ ആണ് തരിക? ഓവർലോഡിന് അഗെയിൻസ്റ്റുള്ള പ്രൊട്ടക്ഷൻ ആണോ, ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിന് അഗെയിൻസ്റ്റുള്ള പ്രൊട്ടക്ഷൻ ആണോ, ഓപ്പൺ സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിന് അഗെയിൻസ്റ്റുള്ള പ്രൊട്ടക്ഷൻ ആണോ, അതോ നൺ ഓഫ് ദ എബോവ് ആണോ? ഷോർട്ട് സർക്യൂട്ടിനും ഓവർലോഡിനും അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് മോട്ടോർ സർക്യൂട്ടിൽ ഫ്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. 8th ക്വസ്റ്റ്യൻ, സെമി ക്ലോസ്ഡ് റീവയറബിൾ ഫ്യൂസസ് ഹാവ് ഡാഷ് ബ്രേക്കിംഗ് കപ്പാസിറ്റി. സെമി ക്ലോസ്ഡ് ആയിട്ടുള്ള റീവയറബിൾ ഫ്യൂസസിന് ബ്രേക്കിംഗ് കപ്പാസിറ്റി എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കോ, ഹൈ ആയിരിക്കോ, മീഡിയം ആയിരിക്കോ, എക്സ്ട്രീംലി ഹൈ ആയിരിക്കോ? ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലെവൽ ഓഫ് കറണ്ട് ദ സർക്യൂട്ട് ബ്രേക്കർ ക്യാൻ ഇന്ററപ്റ്റ് വിത്തൗട്ട് ഡാമേജിങ് ഇറ്റ്സെൽഫ് ഇലക്ട്രിക്കലി ഓർ സ്ട്രക്ചറലി. അതിനെ ഡാമേജ് ചെയ്യാതെ നമ്മൾക്ക്
കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യുന്നതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റിയാണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെമി ക്ലോസ്ഡ് ആയിട്ടുള്ള റീവയറബിൾ ഫ്യൂസസിൽ എങ്ങനെയാണ് അതിന്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഉള്ളത്? ലോ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ലോ ബ്രേക്കിംഗ് കപ്പാസിറ്റി. 9th question. In HRC fuse, the time between cutoff and final current zero is called. കട്ട് ഓഫിനും ഫൈനൽ കറണ്ട് സീറോനും ഇടയ്ക്കുള്ള ആ ഒരു ടൈം HRC ഫ്യൂസിൽ നമ്മൾ എന്താണ് പറയാം? പ്രീ ആർക്കിംഗ് ടൈം എന്നാണോ, ആർക്കിംഗ് ടൈം എന്നാണോ, ടോട്ടൽ ഓപ്പറേറ്റിംഗ് ടൈം എന്നാണോ? നൺ. ഓപ്ഷൻ ബി ആർക്കിംഗ് ടൈം എന്നാണ് നമ്മളതിനെ പറയുന്നത്. HRC എന്ന് പറയുന്നത് ഹൈ റപ്ചറിംഗ് കപ്പാസിറ്റി എന്നാണ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് HRC. അങ്ങനെയുള്ള കാർട്രിഡ്ജ് ഫ്യൂസിനെ HRC ഫ്യൂസ് നമ്മൾ പറയുന്നുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ മെയിൻ്റനൻസ് ഫ്രീ ഫ്യൂസ് ആണത്. ഹൈ സ്പീഡ് ഓപ്പറേഷൻ ആണ്, അത് ഭയങ്കര റിലയബിൾ ആണ്. ഇറ്റ് ഈസ് കാപ്പബിൾ ടു ക്ലിയർ ഹൈ ആസ് വെൽ ആസ് ലോ ഫോൾട്ട് കറണ്ടിനെ അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇറ്റ് ഈസ് ചീപ്പർ ദെൻ അതർ സെയിം കാറ്റഗറി ഫ്യൂസസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, അത് കുറച്ചുകൂടെ ചീപ്പറാണ്. കുറച്ചുകൂടെ ലോങ് ടൈമിൽ നമുക്ക് റിലയബിൾ ആയിട്ട് പെർഫോമൻസ് തരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഫ്യൂസിന് സാധിക്കുന്നതാണ്. ഓപ്പറേഷൻ പറയുമ്പോൾ വളരെ ക്വിക്കാണ്. ഇവിടെ ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സിന് ഇത് ഓവർലോഡ് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഉണ്ട്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓപ്പറേഷന് ശേഷവും ഇത് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. ഓരോ ഓപ്പറേഷന് ശേഷവും അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അത് അതിൻ്റെ ഉള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോണ്ടാക്ട്സിനൊക്കെ അത് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് ഇന്റർലോക്കിംഗ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളും ഈ പറയുന്ന ഫ്യൂസുകൾക്ക് ഉണ്ട്. ഇതുപോലുള്ള അഡ്വാൻറ്റേജസും ഇതിനുണ്ട്. HRC fuse as compared to a rewirable fuse has. ഈ പറയുന്ന HRC ഫ്യൂസും റീവയറബിൾ ഫ്യൂസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചോദിക്കണം. HRC ഫ്യൂസ് റീവയറബിൾ ഫ്യൂസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നോ ഏജിങ് എഫക്റ്റ്, അതുപോലെ ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, ഹൈ റപ്ചറിങ് കപ്പാസിറ്റി, ഓൾ ഓഫ് ദ എബോവ്, ഇതിൽ ഏതൊക്കെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ HRC ഫ്യൂസ് ആസ് കമ്പയർ ടു എ റീവയറബിൾ ഫ്യൂസ് ഹാസ് നോ ഏജിങ് എഫക്റ്റ് ആണ്, അതുപോലെ ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ആണ്, അതുപോലെ തന്നെ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ആണ്. ഇതിലെ ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതിലെ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇസ് ദ മാക്സിമം പവർ എ സർക്യൂട്ട് ബ്രേക്കർ ക്യാൻ ഇന്ററപ്റ്റ് അണ്ടർ എ ഫോൾട്ട്. ഫോൾട്ടിൽ ഈ പറയുന്ന സർക്യൂട്ട് ബ്രേക്കറിന് എത്രത്തോളം മാക്സിമം പവർ അതിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റപ്ചറിങ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 11th question. If a combination of HRC fuse and circuit breaker is employed, the circuit breaker operates for. ഒരു കോമ്പിനേഷൻ ഓഫ് HRC ഫ്യൂസും സർക്യൂട്ട് ബ്രേക്കറും നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ എന്തിലാണോ ഓപ്പറേറ്റ് ചെയ്യുക? ഷോർട്ട് സർക്യൂട്ട് കറണ്ടിലാണോ, ലോ ഓവർലോഡ് കറണ്ടിലാണോ, അണ്ടർ ഓൾ അബ്നോർമൽ കറണ്ട്സിലാണോ? ഓൾ ഓഫ് ദ എബോവ് ആണ്. ഓപ്ഷൻ ബി ലോ ഓവർലോഡ് കറണ്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് മേജർ പോർഷൻ ഓഫ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ HRC ഫ്യൂസ് ഈസ് ഡെസിപ്പേറ്റഡ്? താഴെ തന്നിരിക്കുന്ന ഏത് മെത്തേഡിലൂടെയാണ് HRC ഫ്യൂസിൽ കൂടെ ഉണ്ടാവുന്ന ഹീറ്റ്, എന്തായാലും വർക്ക് ചെയ്യുന്ന സ്ഥലത്തോടെ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യും. ഈ പറയുന്ന ഹീറ്റ് ഡെസിപ്പേഷൻ സംഭവിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് മെത്തേഡിലൂടെയാണ്? റേഡിയേഷൻ, കൺവെക്ഷൻ, കണ്ടക്ഷൻ. ഇതിൽ കൂടെയാണ് കണ്ടക്ഷൻ പ്രോസസ്സിൽ കൂടെയാണ് അത്രയും ഹീറ്റ് അവിടെ HRC ഫ്യൂസിൽ ഡെസിപ്പേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. HRC ഫ്യൂസസ് പ്രൊവൈഡ് ബെസ്റ്റ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ്. HRC ഫ്യൂസുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഏതിന് അഗെയിൻസ്റ്റ് ആണ് പ്രൊട്ടക്ഷൻ തരാം? ഓവർലോഡ്, റിവേഴ്സ് കറണ്ട്, ഓപ്പൺ സർക്യൂട്ട്സ്, ഷോർട്ട് സർക്യൂട്ട്സ്. HRC ഫ്യൂസുകൾ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ആണ് കേട്ടോ. HRC ഫ്യൂസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് എന്തിനാ? ഷോർട്ട് സർക്യൂട്ടുകൾക്ക് എതിരെയുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ HRC ഫ്യൂസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹൈ ഫോൾട്ട് കറണ്ടിനെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ എഫക്റ്റീവ്ലി പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഷോർട്ട് സർക്യൂട്ട്സ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ ഹൈ ഫോൾട്ട് കറണ്ട് വന്ന് അതിനെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ അവിടെയുള്ള ഷോർട്ട് സർക്യൂട്ടിന് അഗെയിൻസ്റ്റുള്ള പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് HRC ഫ്യൂസുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിലേ ഫ്യൂസസ് ആർ യൂസ്ഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ്. ഡിലേ ഫ്യൂസസ് എന്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മോട്ടറിന്റെ പ്രൊട്ടക്ഷൻ ആണോ, പവർ ഔട്ട്ലെറ്റ് സർക്യൂട്ട്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണോ, ഫ്ലൂറസൻ ലാമ്പിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണോ, ലൈറ്റ് സർക്യൂട്ട്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണോ? ഡിലേ ഫ്യൂസസ് ഒക്കെ ഉപയോഗിക്കുന്നത് മോട്ടോഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ ലിക്വിഡ് ഫ്യൂസസ്? ലിക്വിഡ് ഫ്യൂസസിൽ യൂസ് ചെയ്യുന്നത് താഴെ നിൽക്കുന്നതിൽ എന്താ? ട്രാൻസ്ഫോമർ ഓയിൽ, സൾഫർ ഹെക്സാഫ്ലൂറൈഡ്, ഡിസ്റ്റിൽഡ് വാട്ടർ, കാർബൺ ടെട്രാക്ലോറൈഡ്. കാർബൺ ടെട്രാക്ലോറൈഡ് ആണ് നമ്മൾ ലിക്വിഡ് ഫ്യൂസസിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ.
The type of fuse that is commonly used in electronic devices. Electronic devices ൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന type of fuse ഏതാണ്? Cartridge fuse, rewirable fuse, resettable fuse അഥവാ PTC, HRC fuse. ആൻസർ ഓപ്ഷൻ സി റീസെറ്റബിൾ ഫ്യൂസ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസസിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫ്യൂസ്. ഈ റീസെറ്റബിൾ ഫ്യൂസ് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് പോളിമറിക് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അവിടെ ഫ്യൂസസ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് ഇലക്ട്രോണിക് ഡിവൈസസിൽ. അത് ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ചെയ്യും ആഫ്റ്റർ ഓവർ കറന്റ് കണ്ടീഷൻ ഇസ് റിസോൾവ്. ഒരു ഓവർ കറന്റ് കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ചെയ്യാനുള്ളൊരു കാര്യം കൂടി ഇതിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിന് റീസെറ്റബിൾ ഫ്യൂസ് എന്ന് തന്നെ പേര് വന്നിരിക്കുന്നത്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് PTC എന്നതിന് മറ്റൊരു പേരിൽ പറയുന്നത്. ഈ ഫ്യൂസ് പെർഫോംസ് എന്താണ് ഫ്യൂസ് ചെയ്യാം? ഓൺലി ഡിറ്റക്ഷൻ മാത്രമാണോ ചെയ്യാം? ഓൺലി ഇൻറ്ററപ്ഷൻ അതോ ഡിറ്റക്ഷനും ഇൻറ്ററപ്ഷൻ ചെയ്യും? നണ്ണാണോ? ഓപ്ഷൻ സി ആണ്. ഇത് ഡിറ്റക്ഷനും ചെയ്യും അതുപോലെ തന്നെ ഇൻറ്ററപ്ഷനും ചെയ്യും ഫ്യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഫ്യൂസ് എലമെന്റ് ഷുഡ് ഹാവ് ഡാഷ് മെൽറ്റിംഗ് പോയിന്റ്. ഒരു ഫ്യൂസ് എലമെന്റ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കണം? ഇമ്പോർട്ടന്റ് ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെൽറ്റിംഗ് പോയിന്റ് ഇതിന്റെ എങ്ങനെയായിരിക്കണം? ഹൈ ആയിരിക്കണം, ലോ ആയിരിക്കണോ, സെയിം ആയിരിക്കണോ, നൺ ഓഫ് ദി എബോവ് ആയിരിക്കണോ? എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു ഫ്യൂസ് എന്തിനാ? ഒത്തിരി കറണ്ട് വരുന്ന സമയത്ത് അതങ്ങ് ആ ഒരു കണക്ഷൻ വിച്ഛേദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂസ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പം മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കണം. വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്രയും നേരം മെൽറ്റ് ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ അത്രയും കറണ്ട് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ഓവർ കറണ്ട് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന അതായത് ഒത്തിരി കറണ്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് വിച്ഛേദിക്കണം. ആ ഒരു ബന്ധം അവിടെ വിച്ഛേദിച്ച് ഇരിക്കണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കണം? കുറവായിരിക്കണം. ഫ്യൂസ് എലമെന്റ് ഷുഡ് ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഫ്യൂസ് മെൽറ്റ്സ് വെൽ ഡാഷ് ദ ഫസ്റ്റ് പീക്ക് ഓഫ് ഫോൾ കറന്റ് ഈസ് റീച്ച്ഡ്. എപ്പോഴാണ് നമ്മുടെ ഫ്യൂസ് നന്നായിട്ട് മെൽറ്റ് ആവുക? ബിഫോർ ദ ഫസ്റ്റ് പീക്ക് ഓഫ് ഫോൾട്ട് കറന്റ് ഈസ് റീച്ച്ഡ് ആണോ? ആഫ്റ്റർ ദ ഫസ്റ്റ് പീക്ക് ഓഫ് ഫോൾ കറന്റ് റീച്ച്ഡ് ആണോ? സെയിം ടൈം ദ ഫസ്റ്റ് പീക്ക് ഓഫ് ഫോൾ കറന്റ് റീച്ച്ഡ് ആണോ? എപ്പോഴായിരിക്കും അത് മെൽറ്റ് ചെയ്യുന്നുണ്ടാവുക? അത് ബിഫോർ ഫസ്റ്റ് പീക്ക് ഓഫ് ഫോൾ കറന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? ഫ്യൂസ് മെൽറ്റ് ആവും. ഫ്യൂസ് ബ്ലോസ് ഓഫ് ബൈ. ഫ്യൂസ് എങ്ങനെയാ അത് ബ്ലോ ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക? കണക്ഷൻ ആർക്കിംഗ് യൂസ് ചെയ്തിട്ടാണോ? ബേണിംഗ് യൂസ് ചെയ്തിട്ടാണോ? മെൽറ്റിംഗ് യൂസ് ചെയ്തിട്ടാണോ? എന്ത് യൂസ് ചെയ്തിട്ടാ? മെൽറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് അല്ലെ, മെൽറ്റ് ആവല്ലേ ചെയ്യുക ഫ്യൂസ്. അപ്പൊ ഫ്യൂസ് ബ്ലോസ് ഓഫ് ബൈ എങ്ങനെയാണ്? ബൈ മെൽറ്റിംഗ്. ഓപ്ഷൻ സി ആണ്. A fuse is provided in an electric circuit for. എന്തിനാണ് ഫ്യൂസിൽ നമ്മൾ ഫ്യൂസ് ഇലക്ട്രിക് സർക്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? സേഫ് ഗാർഡിംഗ് ദ ഇൻസ്റ്റാളേഷൻ അഗേൻസ്റ്റ് ഹെവി കറണ്ട് ആണോ? റെഡ്യൂസിംഗ് ദ കറണ്ട് ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട് ആണോ? റെഡ്യൂസിംഗ് ദ പവർ കൺസംപ്ഷൻ ആണോ? ഓൾ ഓഫ് ദ എബോവ് ആണോ? സേഫ് ഗാർഡ് ചെയ്യാനാണ് അല്ലെ. സേഫ് ഗാർഡിംഗ് ദ ഇൻസ്റ്റാളേഷൻ അഗേൻസ്റ്റ് ഹെവി കറണ്ട്. ഹെവി കറണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ഉള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത്. A fuse is normally, ഫ്യൂസ് എന്ന് പറയുന്നത് എന്താ? പവർ ലിമിറ്റിംഗ് ഡിവൈസ് ആണ്. പവർ വരുന്നതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണോ? വോൾട്ടേജ് ലിമിറ്റിംഗ് ഡിവൈസ് ആണ്. വോൾട്ടേജ് വരുമ്പോൾ ലിമിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണോ? അത് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറണ്ട് ലിമിറ്റിംഗ് ഡിവൈസ് ആണോ? പവർ ഫാക്ടറിനെ കറക്റ്റ് ചെയ്യാനുള്ള ഫാക്ടർ കറക്റ്റിംഗ് ഡിവൈസ് ആണോ ഫ്യൂസ്? നമ്മൾ പറഞ്ഞല്ലോ കൂടുതൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓപ്ഷൻ സി കറണ്ട് ലിമിറ്റിംഗ് ഡിവൈസ് ആണ് ഫ്യൂസ് എന്ന് പറയുന്നത്. കറണ്ട് ലിമിറ്റിംഗ് ഡിവൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ഫ്യൂസ് ദാറ്റ് ഈസ് യൂസ്ഡ് വൈഡ്ലി ഇൻ ഹൗസ് ഹോൾഡ് വയറിംഗ്. ഹൗസ് ഹോൾഡ് വയറിങ്ങിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫ്യൂസ് ആണ്? കാർട്രിഡ്ജ് ഫ്യൂസ് ആണോ? റീവയറബിൾ ഫ്യൂസ് ആണോ? തെർമൽ ഫ്യൂസ് ആണോ? HRC ഫ്യൂസ് ആണോ? ഹൗസ് ഹോൾഡ് വയറിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കാർട്രിഡ്ജ് ഫ്യൂസ് ആണ്. സാധാരണ കാർട്രിഡ്ജ് ഫ്യൂസുകളിലെ ഹൗസ് ഹോൾഡ് വയറിങ്ങിന് ഈ ഓവർ കറണ്ടിന്റെ എതിരേക്കുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗസ് ഹോൾഡ് വയറിങ്ങിന് കാർട്രിഡ്ജ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് ഫ്യൂസ് ദാറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് തെർമൽ എക്സ്പാൻഷൻ. പലതരത്തിലുള്ള ഫ്യൂസ് ഉണ്ട്. അതിൽ തെർമൽ എക്സ്പാൻഷൻ എന്ന പ്രിൻസിപ്പിൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഫ്യൂസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാ? കാർട്രിഡ്ജ് ഫ്യൂസ്, റീവയറബിൾ ഫ്യൂസ്, തെർമൽ ഫ്യൂസ്, HRC ഫ്യൂസ്. തെർമൽ എക്സ്പാൻഷൻ പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തും തെർമൽ ഫ്യൂസ് ആണ് അല്ലെ. തെർമൽ ഫ്യൂസ് ഓപ്പറേറ്റ്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ്. അപ്പം ടെമ്പറേച്ചർ ഓഫ് ഫ്യൂസ് എലമെന്റ് ഒരു പെർട്ടിക്കുലർ ഒരു വാല്യൂ നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനേക്കാളും ആ ഒരു പെർട്ടിക്കുലർ ത്രെഷോൾഡിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് എക്സ്പാൻസ് ആൻഡ് ബ്രേക്ക് ദ കറണ്ട് സർക്യൂട്ട്. അത് എന്ത് ചെയ്യും? ആ ഒരു ത്രെഷോൾഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിന്റെ ആ ഒരു ത്രെഷോൾഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും. ആ ഒരു സർക്യൂട്ടിന്റെ കണക്ഷൻ അത് വിച്ഛേദിക്കും. വിച്ച് ബ്രേക്ക് ദ സർക്യൂട്ട്. ഓപ്ഷൻ 3 ആണ് എൻ്റെ ആൻസർ കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ, പർപ്പസ് ഓഫ് എ ഫ്യൂസ് റേറ്റിംഗ്. ഫ്യൂസ് റേറ്റിംഗിന്റെ പർപ്പസ് ആണ് ടു ഇൻഡിക്കേറ്റ് ദ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് എ ഫ്യൂസ്. ഒരു ഫ്യൂസിന്റെ വോൾട്ടേജ് റേറ്റിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യാം. അടുത്തത് ടു ഇൻഡിക്കേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫ്യൂസ്. ഒരു ഫ്യൂസിന്റെ റെസിസ്റ്റൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാം. അടുത്തത് ടു ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് ഫ്യൂസ് എലമെന്റ്. ഫ്യൂസ് എലമെന്റിന്റെ ടൈപ്പിനെ ഡിറ്റർമിൻ ചെയ്യാം. ടു ഇൻഡിക്കേറ്റ് ദ മാക്സിമം കറണ്ട് ദ ഫ്യൂസ് ക്യാൻ ഹാൻഡിൽ. അതായത് ഒരു ഫ്യൂസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇതിൽ ഏതാണ് പർപ്പസ് ഓഫ് ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, ടു ഇൻഡിക്കേറ്റ് ദ മാക്സിമം കറണ്ട് ദ ഫ്യൂസ് ക്യാൻ ഹാൻഡിൽ. ഒരു ഫ്യൂസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എത്രയാണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാണ് ഫ്യൂസ് റേറ്റിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂസ് റേറ്റിംഗ് എന്ത് സ്പെസിഫൈ ചെയ്യും? വിച്ച് സ്പെസിഫൈസ് ദ മാക്സിമം കറണ്ട് ദ ഫ്യൂസ് ക്യാൻ സേഫ്ലി ഹാൻഡിൽ വിത്തൗട്ട് ബ്ലോയിങ് ഓർ മെൽറ്റിംഗ്. അതിന് പ്രശ്നമൊന്നും ഇല്ലാണ്ട് സേഫ് ആയിട്ട് ഫ്യൂസിന് എത്രത്തോളം കറണ്ട് അവിടെ ക്യാരി ചെയ്യാൻ സാധിക്കും, മാക്സിമം കറണ്ട് എത്ര വരെ ക്യാരി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഫ്യൂസ് റേറ്റിംഗ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഈ മാരത്തോണിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലും ഇതുപോലെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസുമായിട്ട് ലേണിങ്ങിന് വരും. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. നിങ്ങളുടെ ഭാഗത്തുള്ള എഫേർട്ടും വേണം. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ റെഫർ ചെയ്തിട്ട് നോക്കാം. എക്സാം എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.